ഹായ്, സ്നേഹ വീടിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ഒരു കഥയാണ് കൂട്ടുകാർക്ക് വേണ്ടി പറയാൻ പോകുന്നത്. അത്യാഗ്രഹിയായ ഒരു ഗോപുവിൻ്റെ കഥയാണ് ഞാനിന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും ഓടിവായോ. അപ്പോൾ ഞാൻ ഈ ചാനലിൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയും കൊച്ചു കൊച്ചു കഥകളും വലിയ കഥകളും എന്നെക്കൊണ്ട് പറ്റുന്ന ഗുണപാഠങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൊച്ചു ചാനലാണ് ഞാനിതിൽ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് സ്നേഹവീടെന്നാണ്. അപ്പം എൻ്റെ കുഞ്ഞു കൂട്ടുകാരെല്ലാം എല്ലാ കൂട്ടുകാരും നമ്മുടെ കഥ കേൾക്കാനെത്തിയോ? നമുക്ക് കഥയിലേക്ക് പോയാലോ. പണ്ടൊരു ഗ്രാമത്തിൽ ഗോപു എന്നൊരാൾ താമസിച്ചിരുന്നു. ആ ഗോപുവിന് കോഴി വളർത്തലായിരുന്നു ജോലി. അതിലെ ഒരു കോഴി മുട്ടയിടില്ലായിരുന്നു. അങ്ങനെ ഈ ഗോപുവിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. അപ്പം ഈ ഗോപുവിൻ്റെ മനസ്സിലുണ്ടായ ബുദ്ധി, ഈ കോഴിയെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല കാശ് കിട്ടുമല്ലോ എന്നായിരുന്നു ഗോപുവിൻ്റെ മനസ്സിലുണ്ടായ ബുദ്ധി. അങ്ങനെ ഗോപു ആ കോഴിയെയും കൊണ്ട് ചന്തയിൽ വിൽക്കാനായി പോകുന്ന വഴിക്ക് വെച്ച് ഗോപുവിൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ആ സുഹൃത്ത് ഒരു പശുവുമായി വരുന്നതാണ് ഗോപു കാണുന്നത്. അങ്ങനെ ആ കൂട്ടുകാരനുമായുള്ള സംഭാഷണത്തിൽ ചോദിച്ചു, എന്താ പറ്റി, പശുവിനെയും കൊണ്ട് എവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, എൻ്റെ പശുവിന് പാല് വളരെ കുറവാണ്. അങ്ങനെ ഞാൻ ചന്തയിൽ പശുവിനെ വിൽക്കാനായി കൊണ്ടുപോയതാണ്. പശുവിന് 1 ലിറ്റർ പാല് പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ചന്തയിൽ വിൽക്കാനായി കൊണ്ടുപോയതാണ് എന്ന് ഈ കൂട്ടുകാരൻ ഗോപുവിനോട് പറയുന്നു. അപ്പോൾ കൂട്ടുകാരൻ ഗോപുവിൻ്റെ വലത് കയ്യിൽ ഒരു ബേഹിലായിട്ട് എന്ന് പറഞ്ഞാൽ ബേഹിലായിട്ട് മുട്ടയും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിച്ചു, ഗോപു, നീ ഈ കോഴിയും ഈ മുട്ടയുമായി എവിടെ പോവുകയാണ്? അപ്പോൾ ഗോപു പറഞ്ഞു, ഇതൊരു അത്ഭുത കോഴിയാണ്. ദിവസം 10 മുട്ടയിടുന്ന അല്ലെങ്കിൽ 15 മുട്ടയിടുന്ന കോഴിയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണമുട്ടയും ഇടാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പശുവിനെ കൊണ്ടുപോയ സുഹൃത്ത് പറഞ്ഞു, ആ കോഴിയെ എനിക്ക് തരാമോ എന്ന് ഗോപുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഗോപു പറഞ്ഞു, ഇല്ല, ഞാനിതിനെ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ കൂട്ടിൽ കൊണ്ടുചെന്ന് എൻ്റെ കോഴിയെ ഞാൻ കൂട്ടിൽ കൊണ്ടു ചെന്നിടട്ടെ എന്ന് പറഞ്ഞ് ഗോപു നടക്കാൻ ഒരുങ്ങുമ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഇല്ല ഗോപു, ആ കോഴിയെ എനിക്ക് തരുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 7 വെള്ളി നാണയമുണ്ട്. ഈ 7 വെള്ളി നാണയം ഞാൻ ഗോപുവിന് തരാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ പശുവിനെയും ഗോപുവിന് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപു ചിന്തിച്ചു, ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ചു. ഗോപു ആ കോഴിയെ കൊടുത്തു. അപ്പോൾ ഗോപുവിനൊരു ഭയങ്കര ഒരു ലാഭമല്ലേ അവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഓരോരുത്തരുടെയും ഒരു മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഇതാണ് അത് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഗോപു ആ കോഴിയെ ആ കർഷകന് കൊടുത്തിട്ട് കർഷകൻ്റെ നിന്ന് ആ പശുവിനെയും വാങ്ങി നടന്നങ്ങനെ പോകുമ്പോൾ അടുത്ത സുഹൃത്തിനെ കാണുന്നു. അടുത്ത സുഹൃത്തിനെ കണ്ടപ്പോൾ അതൊരു പശുവിനെ വളർത്തുന്ന കർഷകനായിരുന്നു. ആ കർഷകൻ ചോദിച്ചു, ഗോപു എന്നു മുതലാണ് പശുവിനെ വളർത്തി തുടങ്ങിയത്? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു പശുവിനെ വളർത്തണം എന്ന് തോന്നി. ഇതെവിടെ നിന്ന് വാങ്ങിയതാണ്? ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. 30 മുതൽ 40 ലിറ്റർ പാല് വരെ കിട്ടും. 30 ലിറ്റർ പാൽ തന്നെ
കറന്ന് കാണിച്ച പശുവാണ്. ഭയങ്കര ബുദ്ധിയല്ലേ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അവിടെയായാലും ഇവിടെയായാലും ഭയങ്കര ബുദ്ധിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പശുവിന് 30 മുതൽ 40 ലിറ്റർ പാൽ വരെ കിട്ടുമെന്നാണ് ആ പശുവിൻ്റെ ഉടയൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ആ കർഷകൻ ചോദിച്ചു, ആ പശുവിനെ എനിക്ക് തന്നൂടെ ഗോപു? അപ്പോൾ ആദ്യം ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു. കർഷകൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? അത് ഞാൻ 25 വെള്ളി നാണയം കൊടുത്താണ് ഈ പശുവിനെ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, ഞാൻ 30 വെള്ളി നാണയം തരാം, എനിക്ക് ആ പശുവിനെ തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഗോപു പറഞ്ഞു, എങ്കിൽ ശരി, എനിക്ക് അധികം വേണ്ട, ഞാൻ കൊടുത്തു വാങ്ങിയ 25 വെള്ളി നാണയം തന്നാൽ മതി. ഞാൻ പശുവിനെ ആ കർഷകന് കൊടുക്കാൻ തീരുമാനിച്ച് ആ കർഷകന് കൊടുത്തു. അങ്ങനെ ഗോപു ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് പോയി. ഈ പശുവിനെയും കൊണ്ട് ആ കർഷകൻ വീട്ടിലേക്ക് പോയി. രാവിലെ കർഷകൻ പശുവിനെ കറക്കാനായി പശുവിനെ കറന്നു നോക്കിയപ്പോൾ 2 ലിറ്റർ പാല് പോലും തികച്ചു കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഗോപു നമ്മെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യുക, നമുക്കൊരു വല്ലാത്ത അമളിയാണല്ലോ പറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഭാര്യ കർഷകനോട് പറഞ്ഞു, നമുക്ക് രാമമുഖ്യനോട് ചെന്ന് പരാതി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ കർഷകൻ രാമമുഖ്യനെ കാണാനായി പോകുന്നു. രാമമുഖ്യൻ്റെ അടുത്ത് ചെന്ന് പരാതി ബോധിപ്പിച്ചപ്പോൾ രാമമുഖ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ കർഷകൻ ചെന്ന് ഗോപുവിനെ കാണുക. ഗോപുവിനെ കണ്ടിട്ട് രാമമുഖ്യൻ അങ്ങനെ പിറ്റേന്ന് കർഷകൻ ഗോപുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, 30 അല്ല 40 ലിറ്റർ പാലും നമ്മൾ കറന്നപ്പോഴത്തേക്ക് കിട്ടി. പാല് ഞങ്ങൾ രാമമുഖ്യനാണ് കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു. അപ്പോൾ അത് സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായി ഈ ഗോപു രാമമുഖ്യനെ പോയി കാണാനായി ചെല്ലുന്നു. അങ്ങനെ രാമമുഖ്യനെ കാണാനായി ചെല്ലുമ്പോൾ ഇതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നു, ഇങ്ങനെ എനിക്കാണ് പാല് തരുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഗോപു ആകെ അയ്യോ എനിക്ക് ചതി പറ്റിയോ എന്നുള്ള ഒരു കാര്യം ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ എനിക്ക് ചതി പറ്റിയല്ലോ എന്നുള്ള ഒരിതിൽ തിരിച്ച് നേരെ ആ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആ കർഷകൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കർഷകൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ പശുവിനെ തിരിച്ച് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 40 ലിറ്റർ പാല് കിട്ടുകയല്ലേ. അപ്പോൾ ആ രാമമുഖ്യൻ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് കർഷകന്. ആ ഐഡിയ കർഷകൻ പ്രയോഗിച്ചതാണ് ഗോപുവിനോട്. അങ്ങനെ ഗോപു എന്തായാലും പാലത്രയും കിട്ടുമെന്നൊക്കെ ഉള്ള അറിവായപ്പോഴത്തേക്ക് നേരെ കർഷകൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കർഷകൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ പശുവിനെ തിരികെ തരണം എന്നുള്ള ഇത് പറയുന്നു. അപ്പോൾ പറഞ്ഞില്ല, ഒരിക്കലും ഞാൻ തിരിച്ചു തരില്ല, ഒരിക്കലും തരില്ല എന്ന് പറയുന്നു. അപ്പോൾ 25 വെള്ളി നാണയം കൊടുത്താണ് പശുവിനെ കൊടുത്തത്. അപ്പോൾ ഇനി തരണമെന്നുണ്ടെങ്കിൽ 25 പോരാ, ഇനി 30 വെള്ളി നാണയം തന്നെ എനിക്ക് തന്നെങ്കിലേ ഞാൻ തിരികെ തരൂ എന്ന് പറയുന്നു. അങ്ങനെ 25-ന് പകരം 30 വെള്ളി നാണയം കൊടുത്ത് മണ്ടനായ ഗോപു ആ പശുവിനെ തിരിച്ചു വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നു.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു മനസ്സിലായത്? അത്യാഗ്രഹിയായ ഗോപുവിന് പറ്റുന്നത് ഇതൊരു ഗുണപാഠമല്ലേ? അത്യാഗ്രഹിയായ ഗോപുവാണ്. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരിതല്ല. അത്യാഗ്രഹം എപ്പോഴും നമുക്ക് ആപത്താണ്. എപ്പോഴും നമ്മൾ ഉള്ളത് കൊണ്ട് ആ ഒരിത് മനസ്സിൽ കരുതുക. അത്യാഗ്രഹം എപ്പോഴും ആപത്താണ്. അതാണ് ഇതിൻ്റെ ഗുണപാഠം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇനി നല്ല നല്ല കഥയുമായി വരുന്നതാണ്. കഥ ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റിലൂടെ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടു എങ്കിൽ അറിയിക്കണേ, ലൈക്കിലൂടെ അറിയിക്കണേ. ടാറ്റാ, ബൈ.